ആട് ജീവിതം മോളിവുഡിൽ ദ ഫാസ്റ്റസ്റ്റ് 50 crore 50 കോടിയടി 4 ദിവസം കൊണ്ട്. അതൊക്കെ എങ്ങനെ അടിപൊളിയായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് വൻ വിവാദം. നജീബും ആടും തമ്മിൽ എന്ത് ബന്ധം? അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ആടുമായുള്ള ലൈംഗിക ബന്ധം സീൻ സെൻസർ ബോർഡ് കട്ട് ചെയ്തെന്ന് ബെന്യാമിൻ, ഷൂട്ട് ചെയ്തില്ലെന്ന് ബ്ലസ്സി, സംഭവമേ ഉണ്ടായില്ലെന്ന് നജീബ്. ഇപ്പം അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു വിഷയം എന്നാണ് ഞാൻ അറിയുക. കാരണം ഇന്നലെ ഞാൻ മിഞ്ഞാന്നൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഒരു ലേഡി വന്നിരുന്നിട്ട് മതപരമായിട്ടൊക്കെ ഇത് കണക്ട് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ ഡിസ്കഷൻസ് ഈ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് മെയിനായിട്ട് ആളുകൾ ഫോക്കസ് ചെയ്യുന്നത്. അല്ലാതെ ബ്ലസ്സി എടുത്തു വെച്ച സിനിമയോ പൃഥ്വിരാജ് ഇട്ടൊരു എഫേർട്ടോ നജീബിൻ്റെ ദ റിയൽ ലൈഫിനെ കുറിച്ചോ അല്ലെങ്കിൽ ബെന്യാമിൻ എന്ന് പറഞ്ഞിട്ടുള്ള റൈറ്ററിൻ്റെ ആ ഒരു ഫ്രീഡം ഉണ്ടല്ലോ. ഓക്കെ, ഇത് നജീബിൻ്റെ കഥയാണെങ്കിൽ പോലും അയാൾക്ക് അയാളുടെ എഴുത്തുകളിലൂടെ എഴുതി വയ്ക്കാവുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇതിൽ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതൊന്നും ഡിസ്കസ് ചെയ്യാതെ നേരെ പോയിട്ട് ആടും നജീബും തമ്മിൽ എന്ത് ബന്ധം എന്നുള്ളതിൻ്റെ മുകളിലാണ് പരിപാടികൾ ആദ്യം പ്രശ്നം തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നജീബിൻ്റെ ആണല്ലോ ഈ ഇതിൽ ലൈഫ് പറയുന്നത്. അപ്പോൾ നജീബിൻ്റെ ആ ഒരു ഇത് തന്നെ നമുക്ക് കേൾക്കാം. അതായത് ആടുമായിട്ടുള്ള ലൈംഗിക ബന്ധത്തെക്കുറിച്ച് നജീബിനോട് ചോദിച്ച സമയത്ത് നജീബ് പറഞ്ഞതാണിത്. ആടുമായിട്ടുള്ള ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. അത് സിനിമയിൽ നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സിനിമയിൽ ബെന്യാമിൻ സാറിന്റെ നോവലിനകത്ത് ഇങ്ങനെ വായനക്കാർക്ക് ഒരു ഇതിനു വേണ്ടി അത് എഴുതിയതാണ്. പക്ഷെ ഞാൻ ആടിന് എന്റെ മക്കളെ പോലെ ആടിനെ കണ്ട് എന്റെ മക്കളതല്ല ആടല്ല. അങ്ങനെ ഞാൻ എൻ്റെ ഒരു ആടിന് പ്രസവിച്ച ഒരു ആൺകുട്ടിയായിരുന്നു. അപ്പൊ അതിന് നല്ലൊരാളായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് അതിനെ ഞാൻ നബീൽ എന്ന് പേരിട്ട് അതിനെ എപ്പോഴും തോളയിട്ടോണ്ട് ഉള്ള സമയത്തൊക്കെ കൈ ഇങ്ങനെ മടി വെച്ചോണ്ടിരിക്കും. അങ്ങനെയൊക്കെയുള്ള സംഭവമുള്ളൂ. അല്ലാതെ ഞാൻ ആടിനെ നല്ലപോലെ സ്നേഹിച്ച് പിന്നെ ആടിനെ ഒരു പേരിട്ടൊക്കെ വിളിക്കും. മണി എന്റെ വായുവിന്റെ അന്നേരത്തെ പേരൊക്കെ വിളിച്ച് ഇങ്ങനെ അവരെ നല്ല സന്തോഷത്തോടെ അവരെ ഇങ്ങനെ നോക്കും. പിന്നെ ഞാൻ അത് പിരിഞ്ഞ് അവിടെ നിന്ന് ഓടിപ്പോകുമ്പോഴേ എനിക്ക് വളരെ വിഷമം ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഇത്ര നാൾ നോക്കിയിട്ട് അതിനെല്ലാം ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകുന്ന അതിന് തീറ്റ കൊടുക്കാൻ ആരും ഇല്ല. അത് ദൈവത്തിന്റെ ഒരു ഇതായിരിക്കും. അതൊക്കെ എനിക്ക് അന്നേരം അവിടെ വെച്ച് ആ വിഷമം ഉണ്ടാകുന്നത്. പിന്നെ എനിക്കെല്ലാം നല്ല സന്തോഷമായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഏത് ഈ പറയുന്ന കണക്കുള്ള ആ ഒരു ആടുമായിട്ടുള്ള നമ്മളത് ചെയ്യാൻ പറ്റുമോ? കാരണം കുറെ പേര് ഈ ഒരു സാധനവും പൊക്കി പിടിച്ചിട്ട് വരുന്നുണ്ട്. എല്ലാവരും അങ്ങനെ ചെയ്തു, എന്താണ് നജീബിക്ക് അങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വാർത്തകളൊക്കെ അത് നോവലിന് വേണ്ടിയാണ് പുള്ളി എഴുതിയത്. ഞാൻ ആടിനെ 100% ഇങ്ങനെ സ്നേഹിച്ച് വളർത്തി. ഞാൻ കുഞ്ഞുങ്ങളെ എല്ലാം എന്റെ മടി വെച്ച് ഇങ്ങനെ വളർത്തിക്കൊണ്ട് ഇരിക്കും. പ്രസവിച്ചാൽ ഞാനിത് തോളയിട്ടുണ്ടല്ലേ വരുന്നത്. അപ്പം ആടിനെ അങ്ങനെ ഇത് ചെയ്ത് ഞാൻ ചോദിക്കാൻ ചെയ്തെങ്കിൽ അങ്ങനെ എഴുതിയെന്ന് ചോദിച്ചു. അപ്പൊ കഥയ്ക്ക് വേണ്ടി അങ്ങനെ എഴുതുന്നതാണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. ഓക്കെ, അതാണപ്പോ നജീബ് പറയണ്ടത്. അതായത് അങ്ങനെ സംഗതി ചെയ്തിട്ടില്ല, അവിടെ സംഗതി നടന്നിട്ടില്ല. പിന്നെ ഒരു കഥാകൃത്ത് എന്നുള്ള നിലയിൽ ബെന്യാമിൻ അത് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ആ കഥാകൃത്തിന്റെ അയാളുടെ കഥ എങ്ങനെയാണോ അയാൾക്ക് ഡെവലപ്പ് ചെയ്യേണ്ടത് അങ്ങനെയാണ് ആ സാധനം ചെയ്തു വെച്ചത്. അത് കാരണം ഇനി എന്തെങ്കിലും ചോദ്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ അത് കഥയുടെ ഭാഗമായിട്ട് മാത്രം ബെന്യാമിൻ എഴുതിയതാണെന്നുണ്ടെങ്കിൽ നജീബ് ആരോടെങ്കിലും പറഞ്ഞാൽ മതി എന്നാണ് ബെന്യാമിൻ്റെ ഒരു വേർഷനായിട്ട് ബെന്യാമിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആൻഡ് കുറച്ച് ഇൻ്റർവ്യൂസിലും ബെന്യാമിൻ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ആദ്യകാലത്തൊക്കെ നജീബിന് അത് വലിയ പ്രശ്നമായിരുന്നു. കാരണം അതിനകത്ത് ഈ പോച്ചക്കാരി രമണി എന്ന് പറയുന്ന ഒരു കഥാപാത്രം അവരുടെ മുഖ പിടിക്കാൻ പോകുന്നതൊക്കെ പറയുന്നത് നജീബ് പലരും വായിച്ചിട്ട് നജീബിനെ കളിയാക്കാൻ ചെല്ലും. അത് ശരി, നീ ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലേ എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ നജീബ് എൻ്റെ അടുക്ക വന്ന് പറയും, ഞാൻ അനുഭവിച്ചതും ഞാൻ ചെയ്തതൊന്നും അല്ലല്ലോ നിങ്ങൾ എഴുതിയേക്കുന്നത്. ഞാൻ പറയും, നജീബ് ഇതൊരു കഥയാണ്, ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതൊന്നുമല്ല, അതിനകത്ത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുള്ള കുറച്ചുകൂടി എടുത്തിട്ടുണ്ട്. അത് നജീബിന് മനസ്സിലായി. പക്ഷേ ഇപ്പോൾ സിനിമ വരുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം നോവൽ വന്നതിന് ശേഷമാണെങ്കിലും ഇതെല്ലാം നജീബ് ഇനി ഉത്തരം പറയേണ്ടതായ ഒരു പ്രശ്നമായി വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് അതായത് നജീബ് ഇതിന് ഉത്തരം പറയേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട് എന്ന് ബെന്യാമിൻ തന്നെ കൃത്യമായിട്ട് അറിയാം. ബെന്യാമിൻ പറയുന്നൊരു വേർഷനും ബെന്യാമിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ശരിയാണ്. കാരണം ഞാൻ എഴുതാൻ പോവാണ്, അതിലൊരു പോർഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മേജർ പോർഷൻ എന്ന് പറയുന്നത് നജീബിൻ്റെ ജീവിതമാണ്. പക്ഷേ ഇതൊരു പുസ്തക രൂപേണ എഴുതുന്ന സമയത്ത് ഒരു നോവലാണ് എഴുതി വെക്കുന്നത്. അല്ലെങ്കിൽ ഒരു എന്താ പറയുക, അത് അയാളുടെ ബയോ ആണ് എന്നല്ല പറയുന്നത്. ഓക്കെ, അത് നോവലായിട്ടാണ് അത് എഴുതി വയ്ക്കുന്നത്. നോവലായിട്ട് എഴുതി വയ്ക്കുന്ന സ്ഥാനത്ത് ഒരു നോവൽ എഴുതുന്ന ആളുടെ സ്വാതന്ത്ര്യമുണ്ടല്ലോ. തുടക്കം മുതൽ അവസാനം വരെ അയാൾ ആ നോവൽ എങ്ങനെ പ്ലേസ് ചെയ്യണം, അല്ലെങ്കിൽ വായനക്കാരിലേക്ക് ഇതെങ്ങനെ ഏത് രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ. അപ്പോൾ ആ രീതിയിലായിരിക്കും ബെന്യാമിൻ അത് എഴുതി വെച്ചത്. അപ്പോൾ ഇനി സിനിമയിലേക്ക് വരുമ്പോൾ വേറൊരു കാര്യമാണ്. അതായത് നജീബിൻ്റെ ജീവിതം
ബെന്യാമീൻ്റെ നോവൽ വെച്ച് നജീബിൻ്റെ ജീവിതം സിനിമയാക്കുന്ന ബ്ലസ്സി എന്ന് പറഞ്ഞ ഡയറക്ടർ, അതായത് അയാളുടെ ഒരു ഫ്രീഡം വേറെ. ഓക്കെ, പിന്നെ ഇതിൽ വേറൊരു ആംഗിളിൽ നിന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ബെന്യാമീൻ്റെ ആ ഒരു നോവലിലാണെങ്കിലും ബ്ലസ്സി എടുത്ത സിനിമയ്ക്കാണെന്നുണ്ടെങ്കിലും ഒക്കെ ഒരു പ്രൊമോഷണൽ ടൂളായിട്ടുള്ളത് നജീബാണ്. ചോദ്യങ്ങൾ വരിക നജീബിനോട് തന്നെ ആയിരിക്കില്ലേ, അതിന് ഉത്തരം പറയുക എന്നുള്ളത് ഭയങ്കര ടഫായിട്ടുള്ളൊരു കാര്യമായിരിക്കും. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പോച്ചക്കാരിയുടെ മുല പിടിച്ചു, ആടുമായിട്ടുള്ള ലൈംഗിക ബന്ധം, ഓബിയസ് ആണ്, ക്വസ്റ്റ്യൻസ് വരില്ല. കാരണം നിങ്ങളെല്ലാവരും പുസ്തകമാണെങ്കിലും സിനിമയാണെങ്കിലും ഇത് നജീബിൻ്റെ ജീവിതം എന്ന് പറഞ്ഞിട്ടാണ് പൊതുജനത്തിൻ്റെ മുന്നിൽ പ്ലേസ് ചെയ്യുന്നത്. ആട് ജീവിതം, നജീബ്. അപ്പോൾ ചോദിക്കും, ആളുകളുടെ ചോദ്യം വരും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഉത്തരം അതിന് നജീബ് കൊടുക്കണം. ഈ നജീബിന് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. നജീബ് എന്ന് പറഞ്ഞ മനുഷ്യൻ അത്രത്തോളം ഭാവമാണ്, ഇങ്ങനെ ഇല്ലെങ്കിൽ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പൊതുസമൂഹത്തിന് മുന്നിൽ വന്നിട്ട് ഒരുപാട് വട്ടം പറഞ്ഞു, ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നത് ചോദ്യങ്ങൾ ഒഴിവാക്കാൻ പറ്റില്ല, ആളുകൾ ചോദിക്കും. എപ്പോഴും പലരും വിചാരിക്കുന്നത് ആടുജീവിതം എന്ന് പറയുന്നത് നജീബിൻ്റെ കഥ അതുപോലെ പറഞ്ഞു തന്നു എന്നുള്ളതാണ്. പലരും പരിഹാസ രൂപേണ പറയാറുണ്ട്, നജീബ് രാവിലെ കഥ പറയുന്നു, ഉച്ച കഴിയുമ്പോൾ ബെന്യാമിൻ അത് എഴുതുന്നു, അങ്ങനെയാണ് ആടുജീവിതം എഴുതിയത് എന്ന്. സത്യത്തിൽ അതങ്ങനെയല്ല. നജീബ് അതിനകത്ത് ഒരു കഥാപാത്രം മാത്രമാണ്. നമ്മൾ ഓരോരുത്തരുമാണ് നജീബിൻ്റെ ജീവിതം ജീവിച്ചിരുന്നത് എങ്കിൽ എങ്ങനെയാണ് അതിനെ അഭിമുഖീകരിക്കുമായിരുന്നത് എന്നതിൻ്റെ ഒരു എഴുത്തുകാരൻ്റെ വ്യാഖ്യാനം മാത്രമാണ് ആടുജീവിതം എന്ന് പറയുന്നത്. നജീബ് ജീവിച്ച യഥാർത്ഥ ജീവിതം അവിടെ ഉണ്ടായിരിക്കുക തന്നെ അതിൻ്റെ മുകളിലുള്ള ഒരു എഴുത്തുകാരൻ്റെ വെച്ചുകെട്ടലുണ്ട്. ഓരോ എഴുത്തുകാരനും ഒരു കഥ നിങ്ങളോട് പറയുന്നത് അയാൾക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനുള്ളത് കൊണ്ടാണ്. അതാ ആ വെച്ചുകെട്ടലും ആ എഴുത്തുകാരൻ്റേതായിട്ടുള്ളൊരു സ്വാതന്ത്ര്യവും ഒക്കെയാണ് ഈ പറഞ്ഞ ആട് ജീവിതത്തിലെ ഇങ്ങനത്തെ എലമെൻറ്റുകൾ. ആടുമായിട്ടുള്ള ബന്ധവും പോച്ചക്കാരിയുടെ കാര്യം ഒക്കെ അങ്ങനത്തെ സാധനങ്ങളാണ്. അതെനിക്ക് തോന്നുന്നത് സിനിമയിൽ നിന്ന് ബ്ലസ്സി അത് മാറ്റി, അല്ലെങ്കിൽ സിനിമയിൽ സെൻസർ ബോർഡ് അത് കട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ അത് ഒരു പരിധി വരെ നന്നായി എന്ന് പറയണം സിനിമയുടെ. കാരണം നജീബ് അങ്ങനെ ഈ സിനിമയിൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും ഉണ്ടെങ്കിൽ നജീബ് ഭയങ്കരമാണ്. ആദ്യമൊക്കെ എല്ലാവരും ഓക്കെ കൈയടിക്കും, ഭയങ്കരമായിട്ട് സിനിമേനെ അപ്രീഷിയേറ്റ് ചെയ്യും, അതിൻ്റെ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് ഒക്കെ നോക്കും, പൃഥ്വിരാജിൻ്റെ അഭിനയം നോക്കും, ബ്ലസ്സിയുടെ സംവിധാനം നോക്കും, എല്ലാം നോക്കിക്കഴിഞ്ഞ് കുറച്ച് ആളുകളെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ നജീബിന് അതൊരു ബുദ്ധിമുട്ടാവുന്ന അവസ്ഥയിലുള്ള ചോദ്യങ്ങൾ വന്നു തുടങ്ങി. ഇപ്പം തന്നെ ആളുകൾ, ഞാൻ പറഞ്ഞില്ലേ, നജീബ് എന്ന് പറഞ്ഞ മനുഷ്യനോട് ചോദിക്കുന്നു, മതമായിട്ട് കണക്ട് ചെയ്യുന്നു, പല രീതിയിൽ അത് വ്യാഖ്യാനിക്കപ്പെടും എന്നുള്ളതാണ് അതിൻ്റെ ഒരു യഥാർത്ഥ സത്യം. ഓക്കെ, അതുതന്നെയാണ് ഇപ്പോൾ അവിടെ സംഭവിച്ചത്. ഇനി നോക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് ഈ പറഞ്ഞ പെർട്ടിക്കുലർ രംഗം ചിത്രീകരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ ബെന്യാമിൻ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് ഈ അവസരത്തിൽ പറയാൻ ഒരു ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ബെന്യാമിൻ പറയുന്നത് ഈ സിനിമയുടെ ഒരു മേജർ ഡെവലപ്മെൻറ്റ് വരുന്നത് തന്നെ ഇതേപോലെ ആടുകളുടെ ഒപ്പം ജീവിച്ച് ആടിനെ പോലെയായി ആടിനെ രമിച്ച് നടക്കുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുന്ന ഡെവലപ്മെൻറ്റ് എന്നാണ് പറയുന്നത്. പക്ഷെ ഇതിനെ കംപ്ലീറ്റ്ലി കട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ബ്ലസ്സി വേറൊരു ഇൻ്റർവ്യൂവിൽ കൊടുത്തിട്ടുള്ളത്. ഈ സിനിമയ്ക്ക് ഒരു കണ്ടിന്യൂറ്റി ഉണ്ട്. ഞാനിപ്പോൾ ഇന്ന് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഹൃദയഭാരത്തിലായിരിക്കും ഇവിടുന്ന് പുറത്തോട്ടിറങ്ങുമ്പോൾ അടുത്ത സീൻ ഉണ്ടാവേണ്ടി. അതിൻ്റെ കണ്ടിന്യൂറ്റിയിലായിരിക്കും വൈകുന്നേരങ്ങളിൽ സന്ധ്യയ്ക്ക് ഞാൻ കിടന്നുറങ്ങുമ്പോൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഞാൻ ചെയ്തൊരു കാര്യത്തിനെ വഹിച്ചുകൊണ്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. സിനിമയുടെ ഒരു ഇമോഷണൽ കണ്ടിന്യൂറ്റി. ഈ സാഹിത്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അടുത്ത ചാപ്റ്ററിൽ നമ്മൾക്ക് തുടർച്ചയായിട്ട് തോന്നണമെന്നില്ല. അത് 10 വർഷം കഴിഞ്ഞൊരു കാര്യമായിരിക്കും പറയുന്നത്. അല്ലെങ്കിൽ വളരെ ഇന്നലെ സംഭവിച്ചതിനെക്കുറിച്ച് ഒരു പരാമർശവും ഇല്ലാതെ പോകാൻ പറ്റും. ഇതൊക്കെയാണ് സ്റ്റഡി ചെയ്തിട്ട് ഇതൊക്കെ വളരെ ചെറിയ ചോദ്യങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇത് നജീബ് വഹിക്കേണ്ട മാനസികാവസ്ഥകൾ അതിൻ്റെ തുടർച്ചയുണ്ടോ? ആടുകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷമുള്ള തുടർച്ച എന്താണ്? അത് അങ്ങനെ ആ തുടർച്ചയാണെങ്കിൽ ആ തുടർച്ചയിൽ നിന്ന് വളരെ വളരെ വ്യത്യസ്തമായ സീനുകളിലേക്ക് പോകേണ്ടി വരും. അതിൻ്റെ തുടർച്ച എനിക്ക് ചെയ്യേണ്ടി വരും അല്ലേ? പിന്നീടുണ്ടാകുന്നൊരു ഒരു കാത്തിരിപ്പിനൊന്നും ഒരു ധാരണയില്ലാത്ത അവസ്ഥയായി മാറും അല്ലേ? അങ്ങനല്ലേ? എനിക്കങ്ങനെയാണ് തോന്നിയിട്ടല്ലേ. അപ്പം എനിക്ക് തോന്നുന്നു ഇതിനെ വളരെ വളരെ പോസ്റ്റ്മോർട്ടം നന്നായിട്ട് സൈക്കോളജിക്കലി ചെയ്തിട്ടുണ്ടെന്ന് എൻ്റെ വിശ്വാസം.
അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എനിക്ക് പറയേണ്ട ബാധ്യതയില്ല. ഓക്കെ, അതാണ്. അതായത് ഡയറക്ടർ പറയുന്നു ഭയങ്കരമായിട്ട് ഞാനിത് സൈക്കോളജിക്ക് പരമായിട്ടൊക്കെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ ആ ഒരു രംഗം എടുത്തിട്ടുണ്ടെങ്കിൽ, അത് ഷൂട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡെവലപ്മെൻറ്റ് എന്ത്, അല്ലെങ്കിൽ അതിലൂടെ കഥ എന്ത്, അത് മാത്രം കാണിച്ചിട്ട് പോയിട്ട് കാര്യമില്ല. കറക്റ്റാണ്, വെരി കറക്റ്റ്. കാരണം ഒരു ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് ആ മനുഷ്യൻ അവിടെ അനുഭവിക്കുന്ന മാനസികമായ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ കാണിക്കുമ്പോൾ അയാളുടെ ഇങ്ങനത്തെ വിചാരങ്ങളിലൂടെ സഞ്ചരിക്കും കൂടിയാണ് ചെയ്യുന്നത്. ആ വിചാരങ്ങളിലൂടെ സഞ്ചരിച്ച ആ വ്യക്തിയുടെ ഏറ്റവും വലിയ ഇമോഷൻ എന്ന് പറയുന്നത്, ആ വ്യക്തി ഒറ്റപ്പെട്ടു പോയി ഭാര്യയെ വിളിച്ച് കരയുന്നു, ഉണ്ടാകാൻ പോകുന്ന കുട്ടിയെ ആലോചിക്കുന്നു, നാടിനെക്കുറിച്ച് ആലോചിക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനൊരു ഇമോഷൻ, ഈ ഒരു ഇമോഷൻ ആടുമായിട്ടുള്ളൊരു ബന്ധം കാണിക്കുന്ന വേറെ ഇമോഷനാണ് മനുഷ്യൻ്റെ. ആ ഒരു ഇമോഷൻ കാണിക്കുമ്പോൾ അതിൻ്റെ ഡെവലപ്മെൻറ്റ് എന്താണെന്ന് കാണിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ട സീനുകൾ എടുക്കേണ്ടി വരും. അപ്പോൾ അവിടെ ആ ഒരു സീൻ എടുത്തിട്ടുണ്ടോ ഇല്ലേ? കാരണം ബ്ലസ്സി ഇതിൽ സംസാരിക്കുമ്പോൾ വെരി ക്ലിയർ ആണ്. ഇങ്ങനെ പറയുന്നൊരു ഡയറക്ടർക്ക് ആ ഒരു രംഗം ചിത്രീകരിക്കേണ്ട ആവശ്യം അവിടെ ഇല്ല, നീ ചിത്രീകരിച്ച് കാണാൻ വഴിയില്ല. പക്ഷെ എന്തോ ബെന്യാമിൻ അപ്പുറത്ത് പറയുന്നു അവന് സീന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്, അൺകട്ട് വേർഷൻ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുമായിരിക്കുന്നു. ഇവിടെയാണ് എനിക്ക് വലിയൊരു ഡിഫറൻസ് ഇവർ രണ്ടുപേരുടെ ചിന്താഗതിയിലും ഇവരുടെ സംസാരത്തിലൊക്കെ എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പോർഷൻ വീണ്ടും എടുത്ത് വെച്ചത്. ഇനി ഈ സിനിമയുടെ ഒരു കംപ്ലീറ്റ് അൺകട്ട് വേർഷൻ വരുമോ ഇല്ലയെന്ന് നമുക്കറിയില്ല. വരുമ്പോൾ മാത്രമായിരിക്കും നമുക്ക് അതിനെക്കുറിച്ചുള്ളൊരു ധാരണ കിട്ടാൻ പോണത്. അതിനിടയിൽ ബെന്യാമിൻ്റെ 1-2 ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അതിലും ഈ പറഞ്ഞ പോലെ നോവൽ എന്താണ് പറയുന്നത്, അല്ലെങ്കിൽ നോവൽ എങ്ങനെയാണ്, മനസ്സിലായോ? അതായത് ഇതിലെ പല കഥാപാത്രങ്ങളും പല വ്യക്തികളൊക്കെ നോവലിസ്റ്റ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ചിന്തകളിലൂടെയും ഡെവലപ്മെൻറ്റുകളിലൂടെയും ഒക്കെ പോയ ആളുകളാണ്. ഓക്കെ, അല്ലാതെ എന്താ പറയുക, നജീബിൻ്റെ ജീവിതവും ബെന്യാമീൻ്റെ നോവലും പിന്നെ ബെന്യാമീൻ്റെ നോവലിൻ്റെ മുകളിൽ ബ്ലസ്സി ഉണ്ടാക്കിയ സിനിമയും ഒക്കെ എന്താ പറയുക, ഒരു സാമാന്യ വിവരം ഉള്ള മനുഷ്യന്മാർ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം ഈ പറഞ്ഞ ആളുകളുടെ, ഈ 3 പേരുടെയും, നജീബ് എന്ന് പറഞ്ഞ വ്യക്തിയാണെങ്കിൽ പോലും ആ നജീബ് എന്ന് പറഞ്ഞ വ്യക്തി അനുഭവിച്ച പ്രശ്നങ്ങൾ അത് അങ്ങനെ വന്ന് നജീബ് പറഞ്ഞു കൊടുത്താൽ പോലും അത് എഴുതി വെക്കേണ്ട ആൾ അങ്ങനെ എഴുതണ്ടേ? അത് എഴുതിയിട്ടില്ല. ബെന്യാമിൻ തന്നെ അത് തുറന്ന് സമ്മതിക്കുകയാണ്, ഞാൻ അങ്ങനെ എഴുതിയിട്ടില്ല. അത് ആളുകൾ ദയവ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ആൻഡ് ഈ പറഞ്ഞ ബെന്യാമിനെ എഴുതി വെച്ചതും നജീബ് പറഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങൾ രണ്ടും കൂടിയും കൂട്ടിയിട്ടാണ് ബ്ലസ്സിയുടെ സിനിമ വരുന്നത്. അപ്പം അതിൽ ബ്ലസ്സിയുടേതായിട്ടുള്ളൊരു സ്വാതന്ത്ര്യമുണ്ട്. ബ്ലസ്സി എന്ന് പറഞ്ഞ ഡയറക്ടർ, സ്ക്രീൻ പ്ലേ ചെയ്യുന്ന, അതിൻ്റെ ഡയലോഗുകൾ എഴുതിയ ആ ഒരു മനുഷ്യന്, അയാൾക്ക് വേറൊരു കൈൻഡ് ഓഫ് ഫ്രീഡം അതിനകത്തുണ്ട്. അപ്പം അത് വേറെ രീതിയിലായിരിക്കാം നമ്മളിലേക്ക് ആര് തരുന്നത്, ബ്ലസ്സി എന്ന് പറഞ്ഞ ഡയറക്ടർ ഡെലിവർ ചെയ്യുന്നത്. ഇത് ടോട്ടലി എന്താ പറയുക, ഇതിലൊരു കോർ എന്ന് പറയുന്നത് ഈ നജീബിൻ്റെ ജീവിതമാണെങ്കിലും ഇതിൽ ബെന്യാമീൻ്റെയും ബ്ലസ്സിയുടെയും ഒക്കെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞൊരു സംഗതിയാണ്. അല്ലെങ്കിൽ അവരുടെ എഴുത്തുകാരൻ്റെ സ്വാതന്ത്ര്യം, ഒരു ഡയറക്ടറിൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം ഒക്കെ ആ ഒരു പെർസ്പെക്റ്റീവിലും കൂടി നമ്മളിത് കാണും ചിന്തിക്കും വേണം. പക്ഷേ ഇതൊക്കെ നമ്മൾ കാണും ചിന്തിക്കുമ്പോഴും ബ്ലസ്സി ആണെങ്കിലും ബെന്യാമീനാണെന്നുണ്ടെങ്കിലും ആ മനുഷ്യൻ്റെ ജീവിതമാണ് നിങ്ങൾ ബിസിനസ് എന്നുള്ള രീതിയിൽ മാറ്റുന്നത്. ഇത് ബിസിനസ്സാണല്ലോ. ഇപ്പോൾ ബെന്യാമീനാണെങ്കിലും ബ്ലസ്സി ആണെങ്കിലും ഇതൊരു ബിസിനസ്സാണ്. ഒന്ന് സിനിമ, ഒന്ന് നോവൽ. അപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് ആ വ്യക്തിയുടെ ജീവിതം നിങ്ങൾ എടുക്കുമ്പോൾ, നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടി പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ആ വ്യക്തിയെ നിങ്ങൾ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് കാണിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിൽ എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത്, നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ് മാർജിൻ, അതിൽ നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളതൊന്നും സമൂഹത്തിനോടും സൊസൈറ്റിയോടും പറയണ്ട. പക്ഷെ കൃത്യമായിട്ട് ആ വ്യക്തിക്ക് ഡെലിവർ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചാൽ അത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അത് നിങ്ങൾ ചെയ്യുമെന്നുള്ളൊരു വിശ്വാസം എനിക്ക് പേഴ്സണലി ഉണ്ട്. അങ്ങനെ ആരും ചെയ്യാതിരിക്കുകയൊന്നുമില്ല. എന്തായാലും ഇവർ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ.